ആലുവയ്ക്കടുത്ത് ചൂണ്ടിയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ചൂണ്ടി മെയിൻ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. 3.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യുണീക്കായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ബൈ റോഡ് ഫ്രണ്ടേജ് ആണ്. 5.5 സെൻറ്റ് ഭൂമിയിൽ 2700 സ്ക്വയർ ഫീറ്റിൻ്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ ഇത് യൂണീക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മതിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജാലി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീതിയുള്ള റോഡ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് വീടിനകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാനും പറ്റും. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. SUV 7 സീറ്റർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. 4 ഡോറും തുറന്നാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിലാണ് പോർച്ചിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് നോക്കാം നമുക്കിനി. വെസ്റ്റ് സൈഡിൽ കടപ്പാക്കല്ല് ദീർഘദൂരം പാകിയിട്ടുണ്ട്. ഈ സൈഡിലും നല്ല രീതിയിൽ നല്ല ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 7 സീറ്ററാണ് കിടക്കുന്നത്. പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു 7 സീറ്റർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചെടികൾ വരുന്നുണ്ട്. കിണർ വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. നല്ല കിണർ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ മോട്ടറും സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് KW വാട്ടറിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ 2 വാട്ടർ സോഴ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഇവിടെയും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കിഴക്ക് വശമാണ് ഈ കാണുന്നത്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ കാണുന്നത് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസാണ്. അപ്പോൾ 2 സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഒരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു ഫുഡ് വെയർ സ്റ്റോറേജും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ഫേസ് വരുന്നത് വെസ്റ്റിലേക്കാണ്. അതായത് പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇതിൻ്റെ ഡോറിൻ്റെ പാറ്റേണിൽ ചെറിയ മാറ്റം കൊടുത്തിട്ടുണ്ട്. അതായത് മെറ്റൽ പീസുകളൊന്നും കൂടുതലൊന്നും കൊടുക്കാതെ വുഡ് തന്നെയായിട്ടാണ് ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടീക്ക് വുഡിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന TV യൂണിറ്റാണിത്. അത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വിനറാണ് ഫുള്ള് പാനൽ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പാറ്റേൺസ് ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളൊരു ടീക്കിൻ്റെ ഡിസൈനാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാ രീതിയിലും കളർ പാറ്റേൺ വരുന്നത് ഒരു ടീക്കിൻ്റെ ഡിസൈനിലാണ്. ഫ്രണ്ടിൽ 4 പാല് വലിയ വിൻഡോസാണ് വന്നുള്ളത്. അതും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ധാരാളം സൂര്യപ്രകാശവും അതുപോലെ തന്നെ ജനൽ തുറന്നാൽ കാറ്റും കയറുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ലൈറ്റ് നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരികയും ചെയ്യും. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ 3 പാല് ജനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം വിനറിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോർത്തിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആറ്റംബർഗിൻ്റെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ തന്നെയാണ്. അതിലെല്ലാത്തിനും ടീക്കിൻ്റെ ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസിനായിട്ട് ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗം നേരെ നമ്മുടെ സ്റ്റെയറിനടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഇൻവെർട്ടറും മറ്റും വെക്കുന്ന ഭാഗത്താണ്. അതും കൂടി കാണേണ്ടതുണ്ട്. കയറി വരുന്ന എൻട്രൻസിനായിട്ട് 3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. വിനർ തന്നെയാണ് പോയിട്ടുള്ളത്. LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് LED ലൈറ്റിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് സ്റ്റെയറിനടിയിലേക്ക് വരാം. കണ്ടോ, ഇവിടെയായിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻവെർട്ടർ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ മാറ്റ് വിരിച്ചിട്ട് പെബിൾസൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്.
നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. മാത്രമല്ല ഡബിൾ ഹൈറ്റഡ് ആണ്, ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാൾ ഫാൻ കൊടുക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു ഡൈനിങ് ഏരിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വെസ്റ്റ് സൈഡാണ്, 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് ലൈന് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം ലെഗ് ആൻഡ് ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് കാണേണ്ടത് വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടുമറന്ന ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ജാഗ്വറിൻ്റെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പില്ലർ ബുക്ക് വന്നിരിക്കുന്നത് ജാഗ്വർ തന്നെയാണ്. ടൈലാണ് ഫുൾ ഒട്ടിച്ചുള്ളത്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്, ഒരു ലൈറ്റും വരാനുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ക്യൂരോ ക്യാബിനറ്റ് ആക്കാം. പിന്നെ അകത്ത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഗ്രീൻ മാറ്റും പെബിൾസൊക്കെ വിരിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചണിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആണ്, അത് ലക്ഷറി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വെന്റിലേഷൻ തന്നെയാണ്. സാധാരണ കൊടുത്തിരിക്കുന്ന വെന്റിലേഷനിൽ നിന്നും വലിപ്പമുള്ള വെന്റിലേഷനാണ് ഇവിടെ വന്നുള്ളത്. കിഴക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓവൻ വെക്കാവുന്നതാണ്. അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയായിട്ട് നല്ലൊരു അക്വാഗാർഡിൻ്റെ ഒരു പോയിന്റ് കൊടുക്കാം. അതായിട്ട് വാട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ജാങ്കോൻ്റെ 2 ടാപ്പ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്കും വരുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഫ്രിഡ്ജ് വെച്ചാലും ഇവിടെ ടൈറ്റ് ആവില്ല. ഇനി നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഇവിടെയും ഒരു ചെറിയ രീതിയിലാണ് എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. സ്ലാബിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വെയിറ്റുള്ള സാധനങ്ങൾ വയ്ക്കാം. ഇവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. സെറയാണ് വരുന്നത്. ഇവിടെയും നമുക്കൊരു പവർ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റും കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യാം. അപ്പം മേലേക്ക് പോകണമെന്നില്ല. മേലെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് അലക്കി വിരിച്ചിടാനുള്ള സ്പേസും ഇവിടെ ധാരാളമുണ്ട്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഇവിടെയും കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ നമുക്ക് തെക്കോട്ട്, അതായത് സൗത്ത് സൈഡിലേക്ക് വെക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഭിത്തിയുടെ കളർ പാറ്റേണിൽ മാറ്റം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 14 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വെറ്റ് ഡ്രൈ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സ്റ്റെപ്പ് മേലെയായിട്ടാണ് ഇതിൻ്റെ ക്ലോസറ്റ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതായത് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷവർ ഏരിയയിലേക്ക് വരാം. ഇവിടെ ഡൈവേർട്ടറാണ് വന്നിട്ടുള്ളത്. സെറയുടെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 ടൈൽ പാറ്റേൺ മാറ്റമുണ്ട്. താഴെ ഒരു വുഡിൻ്റെ ടെക്സ്ചറാണ് വന്നിട്ടുണ്ടെങ്കിൽ ഭിത്തി മൊത്തം മാറ്റ് തന്നെയായിട്ട് വേറൊരു ഡിസൈനാണ് വന്നുള്ളത്. ഇവിടെ ഒരു ഷാമ്പൂസും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പുകളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരുന്ന ഫൈബർ ഡോറ് അതും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടീക്കിൻ്റെ ഡിസൈൻ അവിടെയും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് ഇതിനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിന്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. AC-യുടെ പോയിന്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെയായിട്ട് നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷവർ ഏരിയയിലാണ്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഷാമ്പൂസും മറ്റു ലിക്വിഡ് സോപ്പുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. എല്ലാ ഡോറുകളും മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫെറോ ഡോറുകളൊന്നും ചെയ്തിട്ടില്ല.
നല്ല മരത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറും മറ്റു കാര്യങ്ങളെല്ലാം ടീക്ക് വുഡിൽ കൊടുത്തിട്ട് അകത്തെ ഡോറുകളെല്ലാം മഹാഗണിയിലുമാണ് വന്നുള്ളത്. ചട്ടം വരുന്നതെല്ലാം ആഞ്ഞിലിയിലാണ്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ടീക്ക് വുഡിൻ്റെ ഡിസൈനിലുള്ള ടൈലാണ് വന്നുള്ളത്. അത് മാറ്റ് ടൈൽ തന്നെ വന്നിട്ടുണ്ട്. ടീക്ക് വുഡ് തന്നെയാണ് ഇത് ഹാൻഡിൽ പൊതിഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഒരു സ്കൈ ബ്ലൂ ഡിസൈനിലുള്ള ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് ഒരു കോറിഡോർ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു 3 ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിനർ തന്നെയാണ്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഡബിൾ ഹൈറ്റ് വന്നിട്ടുണ്ട്. ഫാൻസി ലൈറ്റും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ ടി യൂണിറ്റിലേക്ക് വരാം. ഇങ്ങനെ നല്ല ഫാമിലി ലിവിങ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിൽ അതുള്ളത്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇവിടെ ടി യൂണിറ്റ് ഒരുക്കിയിരിക്കുകയാണ്. വിനർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ താഴത്തെ അതേ ഡിസൈനിലുള്ള ബെഡ്റൂമിൽ തന്നെയാണ്. ഏകദേശം 13.5 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ടെക്സ്ചറിൽ മാത്രം വ്യത്യാസമുള്ളൂ. അതായത് കളർ പാറ്റേണിൽ മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന അതേ അളവിലുള്ള കബോർഡ് തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഡിസൈനിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സിംഗിൾ പീസി ക്ലോസറ്റാണ് ഇവിടെ വന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റൈല് മൊത്തത്തിൽ മാറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു ഷവർ ഏരിയ. ഇവിടെ ഇങ്ങനെ ഷവർ പാറ്റേൺ നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ ടെക്സ്റ്റ് ടൈൽ ഇവിടെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്. ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സോപ്പും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ, അതായത് ലിക്വിഡ് സോപ്പുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പുറത്തേക്കുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു വിൻഡോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടി നീളമുണ്ട്, 12 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരെ കയറി വരുന്നത് ഡൈവേർട്ടർ, റെയിൻ ഷവർ ഏരിയ മാത്രം മാറ്റി ചെയ്തിട്ടുണ്ട്. ഒന്ന് താഴ്ത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ടവൽ റാണ്ട് അടക്കം ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടീക്കിൻ്റെ വുഡിൻ്റെ ഡിസൈനിലുള്ള ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് നല്ല വലിപ്പമുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി, കാരണം ബെഡ്റൂമിൻ്റെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലായി കൊടുത്ത് ഭംഗിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. നമ്മളിപ്പോൾ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതായത് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മിറർ കൊടുത്താൽ മാത്രം മതി. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ അലക്കി വിരിച്ച് ഇവിടെ തന്നെ ധാരാളമാണ് ഉണക്കി ഇടാനായിട്ട്. ഇത്രയും സ്പേസ് തന്നെ ധാരാളമാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഹാൻഡിൽ വരുന്നുണ്ട്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡ് അടിച്ച് ഹൈറ്റിൽ തന്നെയാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് മേലെ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഇത് കവേർഡ് ആയിട്ടൊരു ബാൽക്കണിയാണ്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോൺ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഓപ്പൺ ബാൽക്കണി വരുന്നത്. ഇങ്ങനെ ഇത് ഓപ്പൺ ബാൽക്കണിയാണ്. ഭംഗിയായിട്ട് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും വരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഗാർഡനാക്കി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5.5 സെൻറ്റ് ഭൂമിയിൽ 2700 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീട് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലിലാണ്. സൗകര്യത്തോടൊപ്പം തന്നെ ഭംഗിയും കൂടി ഇടകലർത്തിയാണ് വീട് ചെയ്തിട്ടുള്ളത്. വീട് ശരിക്കും പ്രാക്ടിക്കലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ആലുവയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ്. കളമശ്ശേരിക്കും വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.